നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മൂന്നാം മോദി സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ കേരളത്തോട് സമ്പൂർണ്ണ അവഗണന. സംസ്ഥാനത്തിന്റെ പേര് പോലും പറഞ്ഞില്ലെന്ന് ആരോപണം. ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി നൽകി പദ്ധതികൾ. സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കും സ്വർണപ്രിയർക്കും ഏറെ ആശ്വാസം. സ്വർണവില കുത്തനെ ഇടിയാൻ തുടങ്ങി. തിങ്കളാഴ്ച കാലത്ത് സ്വർണം വാങ്ങിയവർക്ക് കടുത്ത ആഘാതം. കേരളത്തിന് എയിംസ് ഇല്ല. കേന്ദ്ര സർക്കാരിൻ്റേത് സമ്മർദ്ദത്തിന് വഴങ്ങി അവതരിപ്പിക്കപ്പെട്ട ബജറ്റെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. എല്ലാ രംഗത്തും കേരളത്തോട് വിവേചനമെന്നും MP. ഒരു അവഗണനയുമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് വന്നിരിക്കുമെന്നും പ്രഖ്യാപനം. സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയില്ലെന്നും ആരോപണം. കഴിഞ്ഞ ദിവസം കലിതുള്ളിയ കാലവർഷത്തിനൊപ്പം സർവനാശം സൃഷ്ടിച്ച ചുഴലിക്കാറ്റിൽ ജില്ലയിൽ ഏറ്റവും വലിയ നഷ്ടം തലപ്പള്ളി താലൂക്കിൽ. 28 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ ആകെ തകർന്ന വീടുകൾ 51. തകർന്നു വീണത് നൂറുകണക്കിന് വൈദ്യുതി തൂണുകൾ. പല സ്ഥലത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായില്ല. മിണാലൂരിൽ മരങ്ങൾ മറിഞ്ഞ് വീട് തകർന്ന കല്ലെടുത്തുപടി വള്ളിയമ്മുവിന് ദുരിത ജീവിത വഴി. മകൾ സിന്ധു രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. സർവീസ് വയറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച തെക്കുംകര ഊരോക്കാട് സ്വദേശി ബെന്നിയുടെ സംസ്കാരം നടന്നു. സംസ്ഥാന പാതയിൽ മുള്ളൂർക്കര പഞ്ചായത്തിലെ അകമലയിൽ ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പിൽ വൻ അഗ്നിബാധ. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ചെറുതുരുത്തി തെരുവത്ത് ബംഗ്ലാവിൽ അബിദ ഷാജഹാന്റെ ഉടമസ്ഥതയിലുള്ള ഗാൻ പെട്രോളിയം പമ്പിലാണ് തീ പടർന്നത്. ഇന്ധന ടാങ്കിലേക്ക് തീ പടരാതിരുന്നതിനാലാണ് വൻ ദുരന്തം വഴിമാറിയത്. പമ്പുടമകൾക്കെതിരെ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ. ലയൺസ് ക്ലബ് ഓഫ് രാജധാനി തൃശൂർ പ്രവർത്തന വഴിയിൽ പുത്തൻ കാൽവയ്പിൽ 12ാമത് ഇൻസ്റ്റലേഷൻ ഉത്സവാന്തരീക്ഷ നിറവിൽ നടന്നു. തൃശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ടൗൺ ലയൺസ് ക്ലബിന്റെ 3ാമത് ഇൻസ്റ്റലേഷനും ഏറെ വർണ്ണാഭം. ലയൺസ് പ്രസ്ഥാനത്തിന്റെ കരുത്തും പ്രൗഢിയും വിളിച്ചോതി പൂമലയിൽ സ്ഥാനാരോഹണ ചടങ്ങ്. തൃശൂർ ഡിസ്ട്രിക്ട് 318 സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് കെ വാര്യർ ഉദ്ഘാടനം ചെയ്തു. ധനം പുരസ്കാര ജേതാവ് ലയൺ PJ ജോർജ് കുട്ടിക്കും മറ്റു പ്രതിഭകൾക്കും ആദരം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തലപ്പള്ളി താലൂക്ക് ഓഫീസിലെത്തി. ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഉദ്യോഗസ്ഥരെ നേരിൽ കാണാനും ഓഫീസ് പ്രവർത്തനം വിലയിരുത്താനുമാണ് യുവ കളക്ടർ എത്തിയത്. ഊഷ്മള സ്വീകരണം നൽകി ജീവനക്കാർ. ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ ജനോപകാരപ്രദമാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. പുനഃപരീക്ഷ നടത്തേണ്ടതില്ലെന്ന് പരമോന്നത കോടതി. പരീക്ഷ റദ്ദാക്കില്ല. പരീക്ഷാ നടത്തിപ്പിൽ വലിയ വീഴ്ച സംഭവിച്ചതായി വിലയിരുത്തൽ. വീഴ്ചകൾ അടിയന്തരമായി തിരുത്തണമെന്നും ആവശ്യം. പരീക്ഷ റദ്ദാക്കിയാൽ 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന് കോടതി. കേന്ദ്ര സർക്കാരിന് വലിയ ആശ്വാസം. ജൂലൈ മാസം അവസാനിക്കാറായപ്പോൾ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യം. ഇനി വിതരണം പൂർത്തിയാക്കാൻ 7 ദിനം മാത്രം ബാക്കി. ജൂലൈ മാസത്തെ വിതരണത്തിലുള്ള ഭക്ഷ്യധാന്യം എത്തിച്ചതായി ജില്ലാ സപ്ലൈ ഓഫീസറുടെ പത്രക്കുറിപ്പ്. പ്രതിഷേധവുമായി വ്യാപാരികൾ. ജൂലൈ മാസത്തെ വിതരണ സമയം നീട്ടുമെന്ന് സൂചന. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപക ദിനത്തിൽ
സംഘടനാ കരുത്തായി വിവിധ പരിപാടികൾ. BMS വടക്കാഞ്ചേരി മേഖലയിൽ 49 കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. അകമല യൂണിറ്റിൽ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പരിപാടികളിൽ BMS ദേശീയ നേതാക്കളടക്കം കണ്ണികളായി. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന് പുത്തൻ നേതൃത്വം. ജോസഫ് പൂമല പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റായി K ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. ബാങ്ക് ഭരണസമിതിയുടെ പ്രഥമ യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ബാങ്കിനെ പുത്തൻ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് നേതൃത്വം. തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്ക് ആദരം. സമാധരണം 2024 റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് രംഗത്ത് മികവിന്റെ പ്രതീകമായ ആര്യമ്പാടം സർവോദയം സ്കൂളിന് പുത്തൻ വാഹനം. മുൻ MP രമ്യ ഹരിദാസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 23,71,077 രൂപ ചെലവഴിച്ച് വാങ്ങിയ മിനി ബസ് പുറത്തിറങ്ങി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പ്രതിപക്ഷ കൗൺസിലർമാരെ അധിക്ഷേപിച്ചതായി കോൺഗ്രസ്. തരം താഴ്ന്ന പദം ഉപയോഗിച്ചതായി കുറ്റപ്പെടുത്തൽ. വികസന പദ്ധതികളെ ചൊല്ലിയുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം. വികസന മുരടിപ്പിലേക്ക് നഗരസഭയുടെ പ്രയാണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ.